നമ്മൾ നാളെ മരിക്കുന്ന സമയത്ത് മയ്യത്തെടുത്തു കൊണ്ടുപോയി എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് നിറകണ്ണോടെ വേദനിക്കുന്ന കൽബോടെ ഒന്ന് ദുആ ചെയ്യാൻ പറ്റുന്ന മകൻ വേണം. ജനാസ കിടക്കും ഭാഗത്ത് മുസ്ഹഫ് എടുത്തു വെച്ച് ഓതാൻ പറ്റുന്ന മകൾ വേണം. അല്ലാഹുവിനോട് നിങ്ങൾക്ക് പൊറുക്കൽ ചോദിക്കുന്ന മക്കൾ വേണം. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണം റഹ്മാനേ. ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. എല്ലാത്തിലും ഉപരി ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ നിൽക്കുന്നതിൽ വിഷമിക്കല്ലേ. ലോകത്തിന്റെ നേതാവ് ഹബീബി വമലാഹി വഖുറത്തു ഐനി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച രാവാണ്. ഹബീബ് ശൈഖ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ജീവിക്കണം. റസൂലുള്ളാഹിനോട് ഇഷ്ക് വേണം. സ്വലാത്ത് പരമാവധി വർദ്ധിപ്പിക്കണം. എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. എല്ലാ ഇമാമിയങ്ങളും കണ്ടുപോയി. എനിക്ക് റസൂലുള്ളാഹിനെ രാത്രി കിടക്കുമ്പോ ഒന്ന് കാണണം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കണ്ട റസൂലുള്ളാഹിനെ, മാലിക് ഇമാം തങ്ങൾ കണ്ട റസൂലുള്ളാഹിനെ, ശാഫി ഇമാം തങ്ങൾ കണ്ട റസൂലുള്ളാഹിനെ മദീനത്ത് ചെല്ലുമ്പോ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് മുസാഫഹത്ത് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കൊന്ന് കാണണമല്ലോ. ഇമാമതങ്ങൾ കണ്ടതുപോലെ എല്ലാ ഇമാമിങ്ങളും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. അത് ഹബീബിനോട് അവർക്ക് മഹബത്തില്ലാഞ്ഞിട്ടാണ്. റസൂലുള്ളാഹിന്റെ മഹത്വത്തിന് നിരക്കാത്തൊരു പ്രയോഗവും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൽ നിന്ന് വന്നുകൂടാ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഹബീബിന്റെ മഹബത്ത് എത്ര വലുതാണ്. ഓക്കെ മർത്തബാഹ തേരാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നന്നായി മഹബത്ത് വെച്ചിട്ട് എനിക്കും നിങ്ങൾക്കും മദീനയിലെത്തണം. റസൂലുള്ളാഹിന്റെ ജിവാറിലെത്തണം. പോരാ, അവിടെ ചെന്നിട്ട് സലാം പറയുമ്പോൾ റൗളാ ശരീഫിന്റെ ചാരത്ത് റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ നിന്ന് നബി തങ്ങൾ സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ ആശയുണ്ട്. നൽകണം റഹ്മാനേ. അർഹതയില്ല, നീ ഔദാര്യവാനാണ്. നൽകണം റഹ്മാനേ. എന്റെ മാന്യ മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ മുസ്ലിമിനെ കുറിച്ചും വൃത്തികെട്ട ഒരു വർത്തമാനം നാവിൽ നിന്ന് വന്നുകൂടാ. ഒരൊറ്റ അലിമിനെയും ചീത്ത പറഞ്ഞുകൂടാ. ഒരൊറ്റ പണ്ഡിതനെയും ആക്ഷേപിച്ചുകൂടാ. ലോകത്തിന്റെ നേതാവായ ഹബീബായ നബി തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്തൊരു പ്രയോഗം എന്റെ നാവിൽ നിന്ന് വന്നുപോയാൽ ഞാൻ കുറ്റവാളിയായി പോയില്ലേ. എന്തിനേറെ മദീനത്തെ മണ്ണ് ചളിമണ്ണാണെന്ന് പറഞ്ഞാൽ 40 അടിയടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്ന് ഇമാമീങ്ങൾ, മദ്ഹബിന്റെ ഇമാമീങ്ങൾ ഫത്വ കൊടുത്തിട്ടില്ലേ. എന്നിട്ടാണോ റസൂലുള്ളാഹിന്റെ പദവിക്ക് നിരക്കാത്ത പ്രയോഗം നമ്മുടെ നാവിൽ നിന്ന് വന്നുകൂടാ. മറ്റുള്ള ആളുകൾ നബി തങ്ങളെ തെറ്റായി അവതരിപ്പിക്കാൻ അവസരം നൽകിക്കൂടാ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുന്ന ആലിമീങ്ങളുണ്ട്. ഞാനും നീയുമൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ആലിമീങ്ങൾ റബ്ബിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ദീനിന്റെ ദർസ് നടത്തുന്നുണ്ട്. പള്ളികൾ നിർമ്മിക്കുന്നുണ്ട്. മദ്രസകൾ നടത്തുന്നുണ്ട്. അത്തരം ആലിമിനെ എന്റെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞുകൂടാ. എന്റെ
എന്റെ നാവുകൊണ്ട് ചീത്ത പറഞ്ഞുകൂടാ, എന്റെ കാതുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്നത് കേട്ടുകൂടാ. നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നീ എന്തേ ആ മുസ്ലിയാരെ ചീത്ത വിളിക്കാഞ്ഞതെന്ന് റബ്ബ് ചോദിക്കൂല. ആ മുസ്ലിയാരെ ചീത്ത വിളിച്ചപ്പോ കേൾക്കാഞ്ഞതെന്തേന്ന് റബ്ബ് ചോദിക്കൂല. അതുകൊണ്ട് പടച്ചവനെ ഓർത്ത് ജീവിക്കണം. കള്ളുകൂടി ചിന്തിക്കരുത്, അന്യപെണ്ണിനോട് ഇടപെടരുത്, അലിവീങ്ങളുടെ പച്ചമാംസം തിന്നരുത്, നമുക്ക് ബോധ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടു പോകരുത്, നിബിധങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്തത് വന്നു പോകരുത്. എല്ലാത്തിനേക്കാളും വലുത് റബ്ബിന്റെ റിളയാണ്. എന്റെ ഈ വർത്തമാനം റബ്ബിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. എന്റെ ഈ പ്രസംഗം നാളെ റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടതാണ്. റബ്ബേ, അബദ്ധങ്ങൾ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. ഉമ്മമാരെ ഔറത്ത് മറച്ച് ജീവിച്ചു കൊള്ളണം. അന്യപുരുഷന്മാരോട് ഇടപഴകരുത്. ചില സ്ഥലത്തൊക്കെ സ്ത്രീകൾ മദ്യപാനമുള്ള നാടുകളുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങളുള്ള നാടാണ്. അങ്ങനെ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു. തെറ്റായി ചിന്തിച്ചു പോകല്ലേ പെങ്ങളെ. ഉമ്മമാരെ, ഖബറിൽ കൂട്ടിന് കൂട്ടുകാരികൾ വരൂല, ഖബറിൽ മക്കൾ വരൂല. എനിക്കിവിടെ മരിച്ചാലും ഈമാനോടെ മരിക്കണം, ആ തഖ്വയോടെ ജീവിക്കണം. പള്ളിയിൽ ജമാഅത്തായി പുരുഷന്മാര് നിസ്കാരത്തിന് പങ്കെടുക്കണം. ഉമ്മമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നിസ്കരിച്ചതുപോലെ വീട്ടിൽ നിസ്കരിക്കണം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവാണ്. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഹബീബിന്റെ ആശിഖീങ്ങളിൽ നമ്മെ